നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, എന്താണ് സംഭവിച്ചത്? 23-കാരിക്കാണ് ആശുപത്രിയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുണ്ടായ അനുഭവം വലിയ ദുരനുഭവമാണ്. ഇതിൽ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ ഉച്ചയ്ക്ക് നെടുമങ്ങാട് ആശുപത്രിക്ക് മുൻപിൽ നടത്തിയത്. ആശുപത്രി കവാടത്തിന് മുൻപിൽ നിന്നും ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരിട്ടു. അങ്ങനെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി നേരിട്ട് ഏറ്റുമുട്ടി. അങ്ങനെ നിരവധി പേർക്ക് പോലീസ് രണ്ടാം ഘട്ടത്തിൽ ലാത്തി വീശി. അങ്ങനെ 7ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ലാത്തി അടിയേറ്റ് പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ ആശുപത്രിയിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പ്രസവം, അതായത് സുഖപ്രസവം, സാധാരണ സ്വാഭാവികമായ ഒരു പ്രസവത്തിനിടെ 23-കാരിക്ക് പ്രസവത്തിന് ശേഷം പിന്നീട് മലവിസർജനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ മലവിസർജനം നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നീട് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ യുവതിയെ 23 വയസ്സുകാരിയെ മാറ്റി. അവിടെ വെച്ച് പ്ലാസ്റ്റിക് സർജറി അടക്കം മറ്റ് ശസ്ത്രക്രിയകൾ നടത്തി. ഇപ്പോഴും ഈ പെൺകുട്ടി 23 വയസ്സുകാരിക്ക് മലവിസർജനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള സങ്കീർണമായ അവസ്ഥയിൽ നിലവിൽ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം BMO അടക്കമുള്ള സംഘം ഈ സംഭവം അന്വേഷിച്ചു വരികയാണ്. പ്രാഥമികമായി ആശുപത്രിയുടെ വാദം, ആശുപത്രിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ യുവതി പിന്നീട് വ്യക്തമാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിലാണ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയത്. വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്.